ഹലോ നമസ്കാരം എല്ലാവർക്കും ആസ്പിരൻസ് പീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് സാമൂഹികക്ഷേമ പദ്ധതികളായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്കതിൻ്റെ ബാക്കി ഭാഗം നോക്കാം. ആദ്യ ചോദ്യം ഇതാണ്: പൊതു ഇടങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സമ്പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുന്ന പോലീസ് സംവിധാനം എന്ത് എന്നതാണ് ചോദ്യം. ഉത്തരം പിങ്ക് ബീറ്റ് എന്നതാണ്. അടുത്ത ചോദ്യം: 15 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് അവർ തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ പരിശീലനം നൽകുന്നതിന് അസാപ്പ് അതായത് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം ആവിഷ്കരിച്ച തൊഴിൽ നൈപുണ്യ പദ്ധതി ഷീ സ്കിൽസ്. അടുത്തത്: ഗ്രാമ നഗര വ്യത്യാസം ഇല്ലാതെ 5 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളെ കായിക മികവിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തി IAF പോലുള്ള ഉന്നത നിലവാരം പുലർത്തുന്ന അത്ലറ്റിക് കായിക മാമാങ്കത്തിൽ ഇന്ത്യയുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പരിശീലന പദ്ധതിയാണ് സ്പ്രിന്റ്. കേരള സർക്കാർ സംസ്ഥാന യുവജന കാര്യാലയം വഴി 2021-22 സാമ്പത്തിക വർഷം നടപ്പിലാക്കുന്ന സ്കൂൾ കുട്ടികൾക്കായുള്ള പരിശീലന പദ്ധതിയാണിത്. അടുത്ത ചോദ്യം: കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരായ അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം നൽകുന്നതിനായുള്ള പദ്ധതി ജനനി ജന്മരക്ഷ. ഗർഭിണിയായി 3-ാം മാസം മുതൽ 1000 രൂപ പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. പ്രസവശേഷം 1 വർഷം വരെ ആനുകൂല്യം ലഭിക്കും. ഈ പദ്ധതി ആരംഭിച്ചത് 2013 ജൂൺ മാസമാണ്. അടുത്ത ചോദ്യം നോക്കാം: കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും രക്ഷിതാക്കളെ ശാക്തീകരിക്കുന്നതിനുമായി വനിതാ ശിശു വികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ. ഉത്തരം കരുതൽ സ്പർശം. അടുത്ത ചോദ്യം: നവജാത ശിശുക്കളിലെ കേൾവി വൈകല്യങ്ങൾ പരിശോധിച്ച് ചികിത്സ നിർദ്ദേശിക്കുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് ശ്രവണ സൗഹൃദ കേരളം. ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ച പദ്ധതിയാണ് ശ്രവണ സൗഹൃദ കേരളം. അടുത്ത ചോദ്യം: മാരകമായ അസുഖങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് താലോലം. ഡയാലിസിസ് ഒഴികെയുള്ള കിടത്തി ചികിത്സയുള്ള രോഗികൾക്കാണ് ധനസഹായം ലഭിക്കുന്നത്. അടുത്ത ചോദ്യം: സംസ്ഥാനത്ത് കുട്ടികൾക്ക് നേരെയുള്ള ചൂഷണങ്ങളും ബാലവേലയും ബാലഭിക്ഷാടനവും പ്രതിരോധിക്കുക എന്ന ലക്ഷ്യവുമായി സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശരണബാല്യം. അടുത്ത ചോദ്യം: ക്യാൻസർ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷ. അടുത്ത ചോദ്യം: പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കായി പോലീസ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് രക്ഷ. ഇതിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലെയും ഓഫീസർമാരുടെ ഫോൺ, ഹെൽപ്പ് ലൈൻ നമ്പറുകൾ, സ്ത്രീ സുരക്ഷാ നിർദ്ദേശങ്ങൾ തുടങ്ങിയവ ഉണ്ടായിരിക്കും. അടുത്ത ചോദ്യം: 18 വയസ്സിന് താഴെയുള്ള പ്രമേഹ രോഗികളായ കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മിഠായി. അടുത്ത ചോദ്യം: മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. അടുത്ത ചോദ്യം: KCB ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഊർജ സംരക്ഷണ പരിപാടിയാണ് ലാഭപ്രഭ. ഒരു ഫീഡറിന് കീഴിലെ വൈദ്യുത ഉപയോഗം 10% കുറച്ച് ആ പ്രദേശത്തെ ലോഡ് ഷെഡിങ്ങിൽ നിന്നും ഒഴിവാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. അടുത്ത ചോദ്യം: സംസ്ഥാന എക്സൈസ് വകുപ്പ്, മറ്റ് സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ലഹരി വസ്തുക്കൾക്ക് എതിരെയുള്ള ബോധവൽക്കരണ പരിപാടിയാണ് ലഹരിമുക്ത കേരളം. അപ്പോൾ ഇത്രയും പദ്ധതികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.